ഈ അടുത്തിറങ്ങിയ സിനിമകളെ വളരെ വിമർശനാത്മകമായി സമീപിച്ച ആളാണ് ഫിറോസ് ഖാൻ. എന്താണ് ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകൾക്ക് മാത്രം ഇത്ര കുഴപ്പം? ഫിറോസ് ഖാൻ തന്നെ ചേരുന്നു. നമസ്കാരം. നമസ്കാരം. മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. താങ്ക് യു. ഇപ്പോൾ ബിഗ് ബോസിൽ വന്ന സമയത്ത് ഒരു പ്രണയത്തെ പറ്റി പറഞ്ഞിരുന്നല്ലോ. ആദ്യ സിനിമ റിലീസാവുകയും അതോടുകൂടി ആ പ്രണയം നഷ്ടമാവുകയും ചെയ്ത കാര്യം പറഞ്ഞല്ലോ. അതിനുശേഷവും പ്രണയങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവുമല്ലോ. ഇല്ല, സജിന ലൈഫിൽ ഉള്ള കാലം മൊത്തവും എനിക്ക് വേറൊരു അല്ലല്ല, അങ്ങനെയല്ല പറയണേ. അതായത് ഒരാൾ കഴിഞ്ഞാൽ മറ്റൊരു പ്രണയം സംഭവിക്കല്ലോ, ഒരാൾ നിക്കലേ പ്രണയം സംഭവിക്കാന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. മൊത്തത്തിലുള്ള ലൈഫിനകത്ത് കുറച്ചധികം പ്രണയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഡെഫിനറ്റ്ലി കുറച്ച് അധികമല്ല, അധികം പ്രണയിക്കാൻ ഞാനെന്ന് തോന്നുന്നു ആവശ്യത്തിനുണ്ട്. അതായത് നിങ്ങൾ മനസ്സിലാക്കണം, ഈ എല്ലാ മനുഷ്യരിലും ഒരു പ്രണയമുണ്ട്. മനസ്സിലായോ? ഈ പ്രണയം എന്ന് പറയുന്നതിൻ്റെ ടോക്സിക് അവസ്ഥയിലേക്ക് പോകാതിരുന്നാൽ മതി. ഇപ്പോഴത്തെ പോലെ കാമത്തെ പ്രണയം എന്ന് വിളിക്കുന്ന സമയമാണല്ലോ ഇപ്പം. കാമം ഏതാ പ്രണയം എന്ന് അറിയത്തില്ല പിള്ളേർക്ക്. ഈ കാമം പ്രണയം ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പെട്ടെന്ന് പറയാം. കാമം എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ റിലേഷന് വേണ്ടി മാത്രമുള്ള അട്രാക്ഷൻ അല്ലേ കാമം. പ്രണയം എന്ന് പറഞ്ഞാൽ ഹൃദയങ്ങൾ തമ്മിലുള്ള അടുപ്പോ, അതിലൊരു ഒറ്റ വാക്കിൽ നിൽക്കുന്നതല്ല പ്രണയം. നിങ്ങൾ ഒറ്റ വാക്കുകൊണ്ട് എനിക്ക് പ്രണയത്തെക്കുറിച്ച് വിവരിക്കാൻ പറ്റില്ല. പ്രണയത്തിൽ കാമം ഇൻവോൾവ് ആവില്ലേ? പ്രണയത്തിന് പ്രാധാന്യം ഹൃദയങ്ങൾ തമ്മിലുള്ള അടുപ്പമാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ സെക്സ്. ചോറിന് കറി എങ്ങനെയാണോ പ്രധാനം, അത്ര അല്ല ചോറിൻ്റെ തൊടുകറികളില്ലേ, അതുപോലെയുള്ള സെക്സ് പ്രണയിക്കുന്ന ഒരു വ്യക്തിക്ക്. അപ്പോൾ ആ ചോറുണ്ണുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ കഴിക്കുന്ന സമയത്ത് അത് ആ ഒരു അച്ചാറെടുത്ത് തൊട്ടുമ്പോൾ അതിനൊരു സുഖം ഉണ്ടാവും. പക്ഷെ പ്രാധാന്യം ഇവിടെ ചോറല്ലേ. നമ്മൾ അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്ക്. അതേ കണക്ക് നമ്മൾ പ്രണയിക്കുന്ന വ്യക്തിക്കെന്ന് പറയുന്നത് അവർക്ക് ഹൃദയം തമ്മിലുള്ള അടുത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. വികാരം സെക്സ് എന്ന് പറഞ്ഞ ഒറ്റ ഒരു സാധനത്തിൽ അങ്ങ് ഒതുങ്ങുന്നില്ലേ. പ്രണയത്തിന് ഒരുപാട് സാധനങ്ങളുണ്ട്. നല്ല മനുഷ്യത്വം വേണം, സ്നേഹമായിരിക്കുക, ഒരുപാട് കൈൻഡ്നെസ് വേണം, പൊളൈറ്റായിട്ട് സംസാരിക്കണം, ഒരുപാട് കാര്യങ്ങൾ ചേരുമ്പോഴാണ് പ്രണയമാകുന്നത്. നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് പ്രണയം. ഓക്കെ, അല്ലെങ്കിൽ ടോക്സിസിറ്റിയായി മാറത്തില്ലേ. അതാണ് പ്രണയം. എൻ്റെ ഒരു ഡെഫിനിഷൻ അതാണ് പ്രണയം. അപ്പോൾ പ്രണയത്തിനകത്ത് സെക്സ് ഉണ്ടാകാം, പക്ഷേ ഇപ്പോൾ നടക്കുന്നത് പ്രണയമല്ല. ഇപ്പോൾ നിങ്ങൾ രാവിലെ ഒരാളെ പരിചയപ്പെടുന്നു, ഉച്ചയാകുമ്പോഴത്തേക്ക് ചാറ്റ് ചെയ്താൽ നമ്പർ മേടിക്കുന്നു, വൈകിട്ടാകുമ്പോൾ റൂം എടുക്കുന്നു, അന്ന് തന്നെ ഫിസിക്കൽ റിലേഷൻ നടക്കുന്നു. ഒരു ദിവസം കൊണ്ട് ഇതെല്ലാം നടക്കുന്നു. അവരും ഈ പെൺകുട്ടികളും അതിന് വില്ലിങ്ങാണ്, അവർക്കും അത് മതി. അടുത്ത ഒരു വീക്ക് കാണുക ഒരു ബന്ധം, അടുത്തത് ഒരു വേറെ ആൾക്കാരെ തേടി പോകുന്നു. നിങ്ങൾ നോക്കിക്കോ, ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഒരു 75 നടക്കില്ലേ ഫിറോസ്? ഇത് പണ്ടത്തെ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല, ഇതിന് സൗകര്യങ്ങൾ കൂടി, എളുപ്പത്തിൽ മുറികൾ ലഭ്യമാണ്. അല്ല, അത്രയല്ലേ ഉള്ളൂ. അങ്ങനെയല്ല നമുക്ക് കണ്ടത്. പണ്ട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ പണ്ട് കുറച്ചുകൂടി ബന്ധങ്ങൾക്ക് വാല്യൂ ഉള്ള സമയമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ കാര്യം വെച്ച് പറയാം. എനിക്ക് എല്ലാ ലോകത്തെക്കുറിച്ച് വെച്ചിട്ട് അങ്ങനെ പറയാനൊന്നും ഞാൻ വലിയ ആളല്ല. പക്ഷെ ഞാൻ എൻ്റെ കാര്യം, ഇപ്പോൾ ഞാൻ പ്രണയിക്കുന്ന ഒരു സമയം, അതായത് ഞാൻ സ്കൂളിൽ എനിക്ക് പ്രണയം ഉണ്ടായിരുന്നു. ആ പ്രണയം എന്ന് പറഞ്ഞാൽ ഞാൻ സംസാരിക്കാൻ പോലും നമുക്ക് പറ്റില്ല. ജസ്റ്റ് ഒന്ന് കണ്ണുകളിൽ ജസ്റ്റ് നോക്കിയാൽ തന്നെ ആ ഞാൻ പ്രണയിക്കുന്ന കുട്ടിയുടെ കണ്ണിൽ ഒന്ന് റൊമാൻറ്റിക്കായിട്ട് നോക്കിയാൽ പോലും, അതും ഒരു സമയത്തിൽ കൂടുതൽ കണ്ണി നോക്കിയിരിക്കില്ല, നോക്കിയാൽ പോലും അന്നത്തെ ഒരു ദിവസത്തിൻ്റെ ഒരു ഉണർവ്, അതായത് ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു. 2 ദിവസം ഉറങ്ങാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രണയം ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയാണോ? ഇന്ന് സൗകര്യങ്ങളൊക്കെ കൂടി ബന്ധങ്ങൾക്ക് വാല്യൂ ഇല്ലാതെ വന്നു. എന്തും ചെയ്യാം, അതിനൊരു മാസ്, എല്ലാത്തിനെയും ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുന്ന കാലമാണ്. അപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അപ്പോൾ ഇപ്പോൾ എന്ന് പറയുക മൊബൈൽ പോലുള്ള, എനിക്ക് ഒരാളുടെ നമ്പർ കിട്ടാനോ എല്ലാം എളുപ്പമാണ്. സോഷ്യൽ മീഡിയയിൽ ഒരാൾ ഇത് സെർച്ച് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. രാവിലെ മെസ്സേജ് അയക്കുന്നു, നിങ്ങൾ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. രാവിലെ മെസ്സേജ് അയക്കുന്നു, ഉച്ചയാകുമ്പോൾ അവർ കണക്ഷൻ ആവുന്നു, വൈകിട്ടാകുമ്പോൾ ഇവിടെ മീറ്റ് ചെയ്യാമെന്ന് പറയുന്നു, ഫിസിക്കൽ റിലേഷൻ നടക്കുന്നു, അല്ലെങ്കിൽ അടുത്ത ദിവസം ഫിസിക്കൽ റിലേഷൻ നടക്കുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ എന്തായാലും അവർ പൂർണ്ണമായി അവരായിക്കഴിഞ്ഞു. പിന്നെ അടുത്ത ഇതിലേക്ക് അവർ പോവുകയാണ് ചെയ്യുന്നത്. ഒരു പ്രണയമൊന്നും അങ്ങനെ ഞാനിതിപ്പം ഈ 100% ആൾക്കാരെ അല്ല പറയുന്നത്, ഞാൻ മെജോറിറ്റി ആൾക്കാരുടെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ പോലും ഫിറോസ് അപ്പോൾ ഒരു ബോയ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ എങ്ങനത്തെ മനുഷ്യനായിരുന്നു? ഞാൻ എൻ്റെ പ്രണയങ്ങളൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രണയങ്ങൾ. ഞാൻ പ്രണയിച്ചവരൊക്കെയും ഞങ്ങൾ പിരിയേണ്ട സാഹചര്യം വന്നാൽ പോലും ഒരിക്കലും ഈ പറഞ്ഞതുപോലെ എന്നെ അവരൊരു ശാപത്തോടെയോ അല്ലെങ്കിൽ ഞാൻ അവരെ ശപിച്ചുകൊണ്ടോ ഒന്നും പിരിഞ്ഞൊരവസ്ഥ ഉണ്ടായിട്ടില്ല. ഇപ്പം ഞാൻ പ്രണയിച്ചവർ പലരും നല്ല, അതായത് ഫാമിലിയായിട്ട് ജീവിക്കുന്നവർ പോലും അവരുമായിട്ട് അവരുടെ ഹസ്ബൻഡിനോട് വരെ പറഞ്ഞ പ്രണയങ്ങളുണ്ട്. പക്ഷെ അത് ആ രീതിയിലാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ പ്രണയത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ മനുഷ്യരാശി ഉണ്ടായ കാലം മുതലേ പ്രണയങ്ങളുണ്ട്. നമ്മൾ ഇന്ന് ലോകത്തിന് ഒരുപാട് വലിയ കാര്യങ്ങൾ സംഭാവന ചെയ്ത പല സയൻറ്റിസ്റ്റുകളും ബ്യൂട്ടിഫുൾ പ്രണയങ്ങളിൽ കൂടി വന്നവരാണ്. നിക്കോള ടെസ്ല എന്ന് പറഞ്ഞ വ്യക്തി എന്ന് പറയുന്നത് ഏറ്റവും നല്ല പ്രണയം വന്നതാണ്. അപ്പോൾ പോലും പുള്ളി പുള്ളി ഒരുപാട്, അതായത് AC അൾട്ടർനേറ്റീവ് കറണ്ട് കണ്ടുപിടിച്ച ആളാണ്.
പുള്ളി ഒരുപാട് ലോകത്തിന് വേണ്ടി സംഭാവന ചെയ്തിട്ടുള്ളവരാണ്. പക്ഷേ നമ്മൾ മറ്റു ന്യൂട്ടനെ പോലെയോ അല്ലെങ്കിൽ പിന്നെ ഐൻസ്റ്റീനെ പോലെയോ ഒന്നും പേര് പുള്ളിയുടെ കേട്ടില്ല. പക്ഷേ പുള്ളിയുടെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ കറണ്ടിൻ്റെ AC, അതായത് ആൾട്ടർനേറ്റീവ് കറണ്ട് കണ്ടുപിടിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരാളാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം ഏറ്റവും നല്ലൊരു മനുഷ്യസ്നേഹിയായിരുന്നു. അദ്ദേഹത്തിന് ബ്യൂട്ടിഫുൾ ഒരു പ്രണയം ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രണയത്തിലൊരു സാധനം എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് പ്രണയം തോന്നിയ വ്യക്തി എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഫ്രണ്ടിൻ്റെ വൈഫിനോടാണ് പ്രണയം തോന്നിയിരുന്നത്. അത് അവർ ഒരിക്കലും അവരുടെ ടോക്സിക് ആയിരുന്നില്ല, അവരുടെ ശരീരം കൊണ്ടായിരുന്നില്ല അവരുടെ പ്രണയം ഒരിക്കലും. അവരുടെ പ്രണയം അവരുടെ കവിതകളിൽ കൂടി, അവരുടെ എഴുത്തുകളിൽ കൂടിയും അവരുടെ ചില വല്ലപ്പോഴുമുള്ള സംഭാഷണങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നെയാണ്. അതിന് കാരണം അതൊരു കൂട്ടുകാരൻ്റെ വൈഫ് ആണ്, സംഭവിച്ചു പോയതാണ് പ്രണയം എന്നുള്ള ഒരു തോന്നൽ കൊണ്ടാണ്. അപ്പോൾ പോലും ഈ ഫ്രണ്ടെന്ന് പറഞ്ഞ വ്യക്തി ഒരു വലിയ അപകടത്തിൽപ്പെട്ടപ്പോൾ വേണമെങ്കിൽ ഈ നിക്കോളയ്ക്ക് കണ്ണടയ്ക്കാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് കണ്ണടയ്ക്കേണ്ട ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്, ആ പ്രണയം നിൽക്കുമ്പം പോലും അവിടെ ഒരു മനുഷ്യ സ്നേഹം ഉണ്ടായിരുന്നു, രക്ഷപ്പെടുത്തിയത് ഇദ്ദേഹം തന്നെയാണ്. അപ്പോൾ പ്രണയം എല്ലാ മനുഷ്യരിലും ഉണ്ടാവും. അത് ഏത് അവസ്ഥയിലിരിക്കുന്നതായാലും, എത്ര ബുദ്ധിജീവി എന്ന് പറയുന്ന മനുഷ്യരായാലും ഇനി എത്ര ബ്രൂട്ടൽ എന്ന് പറയുന്ന വ്യക്തിയതായാലും പ്രണയങ്ങളുണ്ടാകാം. താങ്കളുടെ സെപ്പറേഷൻ്റെ വാർത്തകളൊക്കെ ഒരുപാട് വന്ന സമയത്ത് ആളുകൾ പൊതുവിൽ പറഞ്ഞ കാര്യം ഇത് ലോയാലിറ്റിയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ആളുകൾ അതിനെ വിശകലനം ചെയ്തത്. അതായത് നിങ്ങളുടെ രണ്ടുപേരുടെയും ബന്ധങ്ങളിൽ മറ്റ് ബന്ധങ്ങളുണ്ടായി എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് ആളുകൾ അതിനെ ആൾക്കാർക്ക് എന്താണ് പറയാൻ, ആൾക്കാരുടെ കാഴ്ചപ്പാടനുസരിച്ച് എന്ത് വേണമെങ്കിലും പറയാമല്ലോ. ഫിറോസ് ഏറ്റവും അധികം ലോയലായിട്ടുള്ള ഒരു ബോയ് ഫ്രണ്ട് ആയിരുന്നു എല്ലാ ബന്ധങ്ങളിലും. പിന്നെ ഞങ്ങൾ വളരെ അതല്ലേ നിങ്ങൾ എവിടെയെങ്കിലും ഡിവോഴ്സായ രണ്ടുപേര് വീണ്ടും സംസാരിക്കുക ഇത്രയും നല്ല സൗഹൃദമായിട്ട് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ പിന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കില്ല. നമ്മുടെ ഇവിടുത്തെ ഒരു കൾച്ചർ അങ്ങനെയാണ്. അവർ ദേഷ്യത്തോടെ ആയിരിക്കും. ഒരിക്കലുമല്ല. ഇപ്പോഴും നമുക്ക് ഇപ്പോൾ എന്താണ്, സജിന ഒരു നല്ല പൊസിഷനിലെത്താൻ ഞാൻ ആഗ്രഹിക്കുകയും തിരിച്ചും അവളും അങ്ങനെ തന്നെയാണ്. ഞങ്ങളിപ്പോഴും സംസാരിക്കുന്നുണ്ട്. ഞങ്ങൾക്കൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊരു തോന്നൽ കൊണ്ടാണ് ഞങ്ങൾ പിരിഞ്ഞത്. ഞങ്ങളിപ്പോഴും ടോക്സിക്കായിട്ടൊരവസ്ഥയിലല്ല നിൽക്കുന്നത്. ഞങ്ങൾ നല്ല സൗഹൃദത്തോടെ തന്നെയാണ്. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾ. ഈ പ്രണയത്തെ ഇത്ര ബന്ധം പ്രണയിക്കുന്ന ആൾക്ക് പിന്നീട് ഒരു പ്രണയം സംഭവിച്ചോ? അല്ല, ഈ പ്രണയം എന്ന് പറയാൻ കാണുന്നവരുടെ അടുത്തെല്ലാം നമുക്കങ്ങ് പ്രണയം തോന്നില്ലല്ലോ. ഈ പ്രണയം എന്നുള്ളൊരു വികാരമാണല്ലോ, തോന്നാൻ സമയം എടുക്കും. അത് ഇപ്പോൾ എന്തായാലും ഈ പ്രസൻറ്റ് ടൈമിൽ പ്രണയം ഇല്ല എന്ന് തന്നെ പൂർണ്ണമായിട്ട് പറയാം. കാരണം ഇപ്പം ഓൾറെഡി ഞാൻ പല കാര്യങ്ങളിലും എൻഗേജ്ഡ് ആണ് നല്ല രീതിയിൽ. അപ്പോൾ അങ്ങനെ എൻഗേജഡായിരിക്കുമ്പോൾ എനിക്ക് അതിനൊരു സമയമോ അല്ലെങ്കിൽ അങ്ങനെ ഒരാളെയോ എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഏഴയിലത്ത് പോലും പ്രണയമില്ലാത്തൊരവസ്ഥയിൽ കൂടിയാണ് ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഒരുപാട് കാര്യങ്ങൾ എനിക്കൊരു 24 മണിക്കൂർ തികയുന്നില്ല എന്ന രീതിയിലാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ജീവിത സ്റ്റൈല്. ഈ ഇപ്പോഴത്തെ നല്ല ഒരു ഒന്ന് രണ്ട് വർഷമായിട്ട് ഞാനിപ്പോൾ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. TV അതിൽ വലിയൊരു മൈൽ സ്റ്റോൺ ആണ് ഡേഞ്ചറസ് ബോയ്സ് എന്നുള്ളൊരു ഷോ തന്നെ. അതിനുശേഷം അതിൻ്റെ മറ്റേ സീരിയൽ ഫോർമാറ്റുകളിലേക്കും പോയി ബിഗ് ബോസിലും വന്നു. സിനിമ ചെയ്തിട്ടുണ്ട്, സിനിമകൾ ഞാൻ മെൻഷൻ ചെയ്യാം. അപ്പം സിനിമകളിൽ ഇങ്ങനെ ഓൺ ഓഫ് ആയിട്ടാണ് നിന്നിട്ടുള്ളത്. ഒരു സിനിമ, അതിനുശേഷം വലിയൊരു ഗ്യാപ്പ്, പിന്നെ ഒരു സിനിമ, അങ്ങനെ സിനിമയിലെല്ലാം അങ്ങനെ തന്നെ. അപ്പം ഞാൻ ചോദിക്കുന്നത്, തുടർച്ചയായി ഇപ്പം അഭിനയം അത്രയധികം ഇഷ്ടപ്പെട്ടുകൊണ്ടാണല്ലോ കരിയറിൽ അഭിനയം കൊണ്ടുവരുന്നത്. അപ്പം ഒരു മുഴുവൻ സമയ നായകനായി, സ്വഭാവ നടനായി, ആക്ടർ എന്നുള്ള രീതിയിൽ മൊത്തമായും ഫുൾ ഫ്ലെഡ്ജിൽ ഇറങ്ങാത്തത് എന്തുകൊണ്ടാണ്? അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പം സ്റ്റേജും ഫാഷനും ആണല്ലോ എപ്പോഴും പാരലായിട്ട് കൊണ്ടുപോകുന്നത്. ഫുൾ ഫ്ലെഡ്ജിലായിട്ട് ഒരു ആക്ടറായിട്ട് കൊണ്ടുപോകാൻ ആ ശ്രമം നടത്താത്തത് എന്തുകൊണ്ട്? അല്ല, അങ്ങനത്തെ ശ്രമം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ആവശ്യത്തിനുള്ള ശ്രമങ്ങൾ ഞാൻ നടത്തുന്നുണ്ട്. അതായത് ഇപ്പം